നമസ്കാരം. പതിരും കതിരും. ആരംഭത്തിൽ അയാൾ പ്രാവിനെ പറപ്പിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ പ്രാവ് പിടഞ്ഞു വീണ് ചത്തു. അപ്പോൾ ജനം വിളിച്ചു മാൻഡ്രേക്ക് എന്ന്. പിന്നെ അയാൾ തൊട്ടവരൊക്കെ വീണുകൊണ്ടിരുന്നു. ചിലരൊക്കെ പരലോകവും പൂകി. കൈപിടിച്ചുയർത്തി കാണിച്ചവർ അധികവും നാറ്റക്കേസുകളുമായി. ഇപ്പോഴിതാ മാൻഡ്രേക്കിൽ നിന്നും ട്രാക്കുളയിലേക്ക് അയാൾ പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. വഴിയോരത്ത് മുഴുവൻ രക്തനിറമാർന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് പഴയ മാൻഡ്രേക്കല്ല, ട്രാക്കുളയാണ്. കരുതിയിരിക്കുക നമ്മുടെ കുട്ടികളെ, ട്രാക്കുളയുടെ കൈകളിൽ പെടാതെ നോക്കുക. ആധുനികമല്ലാത്തൊരു കവിത ഇന്ന് രാവിലെ വായിച്ചു. ട്രാക്കുള എന്നാണ് പേര്. ഈ ട്രാക്കുള ആരാണെന്ന് നടനും കവിയുമായ ജോയി മാത്യു നമ്മോട് പറയുന്നില്ല. ഇഷ്ടമുള്ള പേര് ചേർക്കാം. കവിയുടെ സ്വാതന്ത്ര്യത്തിൽ ആരും കൈകടത്തിക്കൂടാ. പക്ഷെ വല്ലാതെ കുരയ്ക്കുകയാണ് കവിത വായിച്ച കമ്മികൾ. പാവം, അവർക്ക് കുരയ്ക്കാനല്ലേ അറിയൂ, കടിക്കാൻ അറിയില്ലല്ലോ. എന്നാലും ആരംഭത്തിൽ പ്രാവിനെ പറപ്പിച്ചത് ആരായിരിക്കും? ആ പ്രാവ് ഉടൻ തന്നെ പരലോകം പോകിയെന്നും പറന്നുപോയി എന്നുമൊക്കെ അന്നേ കേട്ടിരുന്നു. കൈപിടിച്ചുയർത്തി കാണിച്ചവരിൽ അധികവും നാറ്റക്കേസുകളിൽ പെട്ടെന്നും കവി പറയുന്നു. വഴിയോരത്ത് നിറയെ രക്തനിറമാർന്ന് ചിരിച്ചുകൊണ്ട് ആ ട്രാക്കുള ഇരിപ്പുണ്ടത്രേ. മറ്റാരുണ്ട് എന്ന ചോദ്യവുമായി. പഴയ മാൻഡ്രേക്കല്ല, പുതിയ ട്രാക്കുളയാണത്. അയാൾ തൊട്ടവരൊക്കെ വീണുകൊണ്ടിരിക്കുന്നു എന്നും ഈ കവിതയിൽ പറയുന്നു. തൊട്ടവരെല്ലാം വീണോ അകത്തായോ ചത്തോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ വേൾഡ് കപ്പിൽ പന്തുകൾ അടിച്ചു പറത്തി കപ്പ് നേടിയ ഒരുത്തന് ട്രാക്കുള വീട്ടിൽ വിളിച്ച് ഒരു സമ്മാനം കൊടുത്തു. അതോടെ അടുത്ത കളിയിൽ പന്തുകൾ അവൻ്റെ കഥ കഴിച്ചു. എന്ത് രാശിയുള്ള കൈയാണെന്നോ അത്. ഈ കവിതയ്ക്ക് ജീവിച്ചിരിക്കുന്ന ആരെങ്കിലുമായി സാമ്യം തോന്നിയാൽ തികച്ചും യാദൃച്ഛികമാണെന്ന് കൂടി പറയാമായിരുന്നു. എന്തായാലും ജോയി മാത്യുവിൻ്റെ കവിതയ്ക്ക് കമ്മികളുടെ തെറികൾ കിട്ടുന്നുണ്ട്. അതിശയം അതല്ല, ഇങ്ങനെയുള്ള ആധുനികമല്ലാത്തതും ഉത്തരാധുനികമല്ലാത്തതുമായ കവിത വായിച്ചാലും ഇവർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ ട്രാക്കുള കമ്മ്യൂണിസത്തിൻ്റെ ചോരയെല്ലാം ഊറ്റിയിട്ടേ പോകൂ. സകല അന്തങ്ങളുടെയും കഴുത്തിൻ്റെ ഇടതുഭാഗത്ത് നോക്കിയാൽ 2 കോമ്പല്ലുകൾ ആഴ്ന്നിറങ്ങി ചോര കുടിച്ചതിൻ്റെ ഒരു പാട് കാണാം. ഇപ്പോൾ വെറും ചണ്ടുകൾ മാത്രമാണ് ഈ നടക്കുന്നതെല്ലാം. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ റൊമാനിയയിലെ ട്രാൻസിൽവാനിയയിൽ സ്ഥിതി ചെയ്യുന്ന ഭയാനകമായ കോട്ടയായ ബ്രാൻഡ് കാസിൽ പോലെ തോന്നും AKG സെൻറ്റർ. കടവാവലുകൾ അതിനുള്ളിൽ ചീറിയാർക്കും. എവിടെയും ചിറകടിയുടെ ഭീകരമായ ശബ്ദം മാത്രം. പിണറായി വിജയൻ്റെ റോബിൻ പട്ടി വലിയ വായിൽ കുരയ്ക്കാൻ തുടങ്ങും. മരപ്പട്ടി ആനന്ദ നടനമാടും. ഇപ്പോൾ ഭയാനകമായൊരു നിശബ്ദതയാണ് AKG സെൻറ്ററിനെ ചൂഴ്ന്നു നിൽക്കുന്നത്. സഖാക്കൾ പരസ്പരം നോക്കാറില്ല. അപകടകരവും വന്യവുമായ ഒരു നിശബ്ദതയുണ്ട്. എല്ലാവരും കണക്കെടുപ്പിൻ്റെ തകൃതിയിലാണ്. തേരാപ്പാര നടന്ന മന്ത്രിമാരൊന്നും മണ്ഡലം വിട്ട് പുറത്തിറങ്ങിയതേയില്ല. എല്ലാവരും മത്സരത്തിലായിരുന്നു. നമ്പർ 1 കേരളമുണ്ടാക്കിയ വീണ ജോർജ് അക്കാര്യം പറഞ്ഞ് നാടാകെ നടന്നിരുന്നെങ്കിൽ എത്ര സീറ്റുകൾ കിട്ടുമായിരുന്നു. മണ്ഡലം വിട്ടുപോയാൽ സ്വന്തം ഭർത്താവും പാർട്ടിക്കാരും ഒന്നിച്ചു കാലുവാരുമോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നു. ജില്ലയിലെ എല്ലാ സ്ഥാനാർത്ഥികളും കുടുംബസഹിതം വന്ന് വോട്ട് ചെയ്ത് വിരല് പൊക്കി നിൽക്കുന്ന പടം കണ്ടു. വീണ ജോർജിൻ്റെ കുടുംബചിത്രം മാത്രം കണ്ടതുമില്ല. നോക്കണേ, 140 മണ്ഡലത്തിലും വോട്ട് പിടിക്കാൻ പോകാൻ ഒറ്റയ്ക്കൊരു പിണറായി മാത്രം. എന്തൊക്കെ ഉണ്ടായാലെന്താ, 81ാം വയസ്സിൽ പിണറായി ചെന്ന് വേണം ഇവരെയൊക്കെ പൊക്കിക്കൊണ്ട് നിയമസഭയിൽ വരാൻ. 100ാം വയസ്സ് വരെ പിണറായി ഇങ്ങനെ പോയെന്ന് വരും. അതിനുശേഷം കറിക്ക് ഉപ്പ് നോക്കാനെങ്കിലും ഒരു നേതാവ് ഇവർക്കില്ലാതെ പോയല്ലോ. UDFൻ്റെ ഭരണത്തിലെത്തിയാൽ അവരുടെ പ്രതിപക്ഷ നേതാവാകേണ്ടത് പിണറായി വിജയനാണ്. അതും ധർമ്മടത്ത് ജയിച്ചെങ്കിൽ മാത്രം. എത്രയെത്ര സമരങ്ങൾ ഉദ്ഘാടനം ചെയ്യേണ്ട പുള്ളിയാണ്. അവിടെയൊക്കെ 56 വാഹനങ്ങളുടെ അകമ്പടി ഉണ്ടാകുമോ? നിറമോ മണമോ ഗുണമോ ഉള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടോ പ്രതിപക്ഷ നേതാവാകാൻ, പിണറായിക്ക് പിൻഗാമിയാകാൻ? കാരണവരുടെ കാലം കഴിഞ്ഞാൽ നോക്കി നടത്താൻ ആളില്ലാതെ തറവാട് ഭാഗം ചെയ്യുന്നത് പോലെ ആകുമോ കാര്യങ്ങളെല്ലാം? ഓരോരുത്തരെയും വാഴിക്കാൻ കേരളമാകെ പലവിധ അംഗരാജ്യങ്ങൾ പാർട്ടി ഉണ്ടാക്കേണ്ടി വരും. തിരുവനന്തപുരത്തൊരു അംഗരാജാവിനെ വാഴിക്കണം. അങ്ങനെ കൊല്ലം മുതൽ കാസർഗോഡ് വരെ കമ്മ്യൂണിസ്റ്റ് അംഗരാജ്യങ്ങൾ. ഓരോ രാജ്യത്തിനും ഓരോ രാജാവ്. മൊത്തത്തിൽ ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പിണറായിക്ക് ശേഷം ഒരാളില്ല. പിണറായി കഴിഞ്ഞാൽ 10 ആളെ കൂട്ടാൻ കഴകത്തുള്ള ഒരൊറ്റ നേതാവുണ്ടോ ഈ CPMൽ? P രാജീവാണ് വരുന്നതെങ്കിൽ ജനം പുളുപടി കേട്ട് ഓടിപ്പോകും. സ്വരാജ് ആണെങ്കിൽ അച്ചടി വർത്തമാനത്തിൻ്റെ കാഠിന്യത്താൽ ജനം പരക്കം പായും. ഗോവിന്ദൻ വന്നാൽ മനുഷ്യൻ ചിരിച്ചു മരിക്കും. PK ശ്രീമതി വന്നാൽ ഉള്ള 10 വോട്ടുകൂടി പോകും. UDFൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സെലക്ഷൻ കൂടുന്നതാണ് CPMകാരുടെ ആക്ഷേപത്തിൻ്റെ പ്രധാന കാരണം. പിണറായി വിജയൻ ആരോടും ചോദിക്കേണ്ട സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിലാണ്.
അത് കേൾക്കുമ്പോഴാണ് മുമ്പിലിരിക്കുന്ന ബേബി വരെ അറിയുന്നത്, ആഹാ, ഇടതിൻ്റെ പുതിയ മുഖ്യമന്ത്രി ഇദ്ദേഹമാണോ എന്ന്. തൻ്റെ പിൻഗാമിയായി ഒരുത്തനെയെങ്കിലും വാഴിക്കാൻ പിണറായി മനസ്സ് വെച്ചോ? മരുമകൻ ഫോട്ടോജനിക് ആണെങ്കിലും കാര്യപ്രാപ്തിയില്ല. ഇനി ബ്രിട്ടാസ് വല്ലതും പാർട്ടി സെക്രട്ടറി ആകുമോ എന്തോ. CPM-ലെ യുവജനങ്ങളെ ഒന്ന് നിരത്തി നിർത്തിയിട്ട് ഇതിലൊന്നിനെ നാളേക്ക് വേണ്ടി തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഈ പിണറായി ആരുടെ കൈ പിടിച്ചു പൊക്കും? മോഴകളും പേടും മിണ്ണന്മാരുമല്ലാതെ യുവചേതനയിൽ ഒന്നുപോലുമില്ല ചൈതന്യമുള്ളതായി. അങ്ങനെ വരുമ്പോഴാണ് പാർട്ടി ചായം തേച്ചതും പുട്ടിയിട്ടതുമായ മുഖങ്ങൾ പല വഴിക്ക് തേടിപ്പോകുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പിണറായി വന്നുപോയതൊഴിച്ചാൽ CPM-കാർക്ക് ഒരു രക്ഷകനില്ല. പാട്ടുപരീക്ഷകളും ഗായക സംഘങ്ങളും സർക്കസുകാരുടെ നിലവാരത്തിൽ നിന്നും ഉയരുന്നുമില്ല. കാട്ടാക്കട മുരുകനാണെങ്കിൽ പാട്ട് പാടി ചത്തു. കഴുത്തുനാടകത്തിൻ്റെ സംവിധായകനായ ഷംസീർ ആയിരുന്നു പ്രചാരകൻ. ഡബിൾ റഹീം കുന്തത്തിൽ പോയി എല്ലാ മണ്ഡലത്തിലും ജോറാണേ ജോറാണേ എന്ന് പാടുന്നത് കേൾക്കാൻ കൊതിച്ചെങ്കിലും എങ്ങും കേട്ടില്ല. അദ്ദേഹം ആ പാട്ട് പാടിയ ഒരൊറ്റ ഒരുത്തം പോലും നിയമസഭ കണ്ടിട്ടുമില്ല. ഗോവിന്ദൻ ഭാര്യയെ വിട്ട് ഒരിടത്തും പോയില്ല. ആളെ കൂട്ടാൻ വേടൻ മാത്രമാണ് ഗണേശന് പോലും ഏകാശ്രയം. ആ മണ്ടൻ പിരായിരി അപ്പുക്കുട്ടൻ്റെ നിഴല് പോലും എങ്ങും കാണാനില്ല. ഉണ്ടംപൊരി ചിറ്റപ്പനെയും ബാലനെയും ഗോവിന്ദനെയും ആർക്കും വേണ്ടാതായി. ജുബാകളൊക്കെ തേച്ചു മടക്കി വെച്ചെങ്കിലും കോമാളി പ്രസംഗത്തോടെ നമ്മുടെ മസാല അച്ചായനും പുറം ലോകത്തേക്കുള്ള യാത്ര മുടങ്ങി. വിജയരാഘവൻ വരട്ടെ എന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നു വരല്ലേ എന്നാണ് CPM-ൻ്റെ സ്ഥാനാർത്ഥികൾ പറയുക. പശു വെകിളി പിടിച്ചു എന്ന വാർത്ത ഒരാൾ പണ്ട് വായിച്ചു തോർക്കുന്നു. പശുവെ കിളി പിടിച്ചു. ഇതുപോലെ കമ്മികളെ ട്രാക്കുള പിടിച്ച ഒരു കാലം വേറെയില്ല.